ഹായ് ഫ്രണ്ട്സ്, നെല്ലിക്ക അച്ചാർ ഇട്ടാലോ? ഞാൻ എൻ്റെ ഒരു സിമ്പിൾ റെസിപ്പിയാണ് പറഞ്ഞിരുന്നത്. ആദ്യം തന്നെ നെല്ലിക്ക നല്ലോണം കഴുകി അതൊരു ഇഡ്ഡലിത്തട്ടിലിൻ്റെ അതിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കണം. ശേഷം ഒരു പാൻ ചൂടാകാൻ വെച്ച് അതിൽ കടുകും ഉലുവയും ഇട്ടതിന് ശേഷം നന്നായിട്ട് വറുത്ത് ഇതുപോലെ ഒരു കുഞ്ഞു ഉരലിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. എന്നതിന് ശേഷം പുഴുങ്ങിയ നെല്ലിക്ക കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കണേ, കാരണം നമുക്ക് പാത്രത്തിൽ കൊള്ളൂല. വലിയ വലിയ നെല്ലിക്കയാണ് ഇത്. ശേഷം അത് തണുത്തതിന് ശേഷം നമുക്കൊരു പാൻ ചൂടാവാൻ വെക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിയതിന് ശേഷം വെള്ളുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം. ഇതൊരു നല്ലോണം വാടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മുളകും പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന എൻ്റെ ടൈപ്പ് ഓഫ് അച്ചാറാണ്. എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിന് ശേഷം നല്ലോണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എരിവിനനുസരിച്ച് 2, 3, 4 എത്ര വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ മുളക് പൊടീൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കണം കേട്ടോ. ശേഷം നമുക്കതിലേക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കുക. നെല്ലിക്ക ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ശേഷം അതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കുറച്ച് പഞ്ചസാര ചേർത്ത് ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ചില്ലിൻ്റെ ബൗളിലൊക്കെ ആക്കിയിട്ട് കേടുവരാതിരിക്കും കേട്ടോ. ഒത്തിരി കാലം ഞാൻ എല്ലാ പ്രാവശ്യവും ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്.